വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ 7 മണി കഴിഞ്ഞിട്ടാണ് ഇന്ന് കിച്ചണിൽ എത്തിയേട്ടോ. വീക്ക് ഡേ ആണ്. രാക്കിക്ക് ഓഫീസിൽ പോകണം. അങ്കൂർ ഇന്ന് അവധിയാണ്. കാരണം അവൻ എക്സാമിൻ്റെ ഇടയ്ക്കുള്ള ഹോളിഡേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാക്കിയുടെ ബ്രേക്ക്ഫാസ്റ്റ് പതിവ് പോലെ നമ്മുടെ ചിയാ സീഡ് പാലിൽ കുതിർത്തതും ഫ്രൂട്ടുമാണ്. അപ്പോൾ ഇന്ന് ആപ്പിളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങ് റെഡിയാക്കി വെച്ച് അടച്ചു വെച്ചാൽ പോകാൻ നേരം കഴിച്ചിട്ട് പോകാമല്ലോ. അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹർഷ വന്ന് ഇരിപ്പുണ്ട്. പാവ അറ്റൻഡൻസ് ഒക്കെ എന്നും രാവിലെ വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിന് മുന്നോ ഭക്ഷണത്തിന് ശേഷമല്ല. പിന്നെ നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായിട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഗ്യാസ് പൊട്ടിത്തെറിക്കേണ്ടായിരുന്നു. തലേദിവസം ഉച്ചയ്ക്ക് ഗ്യാസ് തീർന്നപ്പോൾ നമ്മുടെ സിലിണ്ടർ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നപ്പോൾ നല്ല ഗ്യാസിൻ്റെ സ്മെല്ല് വന്നു. പുതിയതാണെന്ന് വെച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുക ആ ഗ്യാസിൻ്റെ കുറ്റിയിൽ നിന്ന്. ഞാൻ അങ്കൂനെ പെട്ടെന്ന് തള്ളി പുറത്തോട്ടാക്കിയിട്ട് ഫോണും കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അച്ഛനെ പെട്ടെന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. ഒരു ധൈര്യത്തിന് ഞാൻ വന്ന് പെട്ടെന്ന് റെഗുലേറ്റർ ഓഫ് ചെയ്തു, എല്ലാം തുറന്നിട്ടു. അങ്ങനെ രാക്കയെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ റെഗുലേറ്ററിൻ്റെ അതിലേക്കൂടി ഇങ്ങനെ പോവുക. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഉടനെ വരത്തില്ല, റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് തൽക്കാലം നമ്മുടെ ആശ്രയം ഇതാണ്. 12 വർഷത്തിൽ കൂടുതലായ നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ പ്ലേറ്റ്. കുറച്ച് പാടാണ് ഇതിനകത്ത് കുക്കൊക്കെ ചെയ്യാൻ. വെള്ളം തിളപ്പിക്കാനും ചായ ഇടാനും ഒക്കെ എളുപ്പമാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ വെർമസലി ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം അതിൻ്റേതായ പാത്രങ്ങളിലല്ലേ ഇൻഡക്ഷൻ പ്ലേറ്റിൽ വെക്കാൻ പറ്റും. പിന്നെ കടായ വെച്ചു, നെയ്യ് ഒഴിച്ചു, കടുകും ഉഴുന്നുപരിപ്പും നമ്മുടെ കരിവേപ്പിലയും ചുവന്നമുളകും ഒക്കെ പൊട്ടിച്ചിട്ട് സവാള വഴറ്റി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ റോസ്റ്റഡ് വെർമസലി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഗ്യാസ് തന്നെ എളുപ്പം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം തിളപ്പിക്കാനും ചായയൊക്കെ ഇടാനും ഞാൻ ഇൻഡക്ഷൻ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. വെള്ളം പിന്നെ അതിനകത്ത് തന്നെ വെച്ച് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അതിനകത്തെല്ലാം ടൈമും ടെമ്പറേച്ചറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതുപോലെ വെച്ചു ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തു. വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് 10 മിനിറ്റും കൂടെ വെച്ചിട്ട് സെർവ് ചെയ്യുക. ഹർഷയ്ക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചേ, അതാ ഇത്രയും ഉണ്ടാക്കിയത്. രാക്ക അങ്ങനെ റെഡി ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. രാക്ക ഓഫീസിൽ പോകുമ്പോൾ, ഓഫീസൊന്നല്ല എവിടെ പോകുമ്പോഴും എത്ര സ്പ്രേ അടിക്കുമെന്ന് അറിയാവോ? മിനിമം 3. പല ഫ്ലേവർ എന്നല്ലല്ലോ, എന്താ പറയുക, പല മണമുള്ള. എനിക്കാണെങ്കിൽ ചിലതൊക്കെ അങ്ങ് തല വരിക്കും കേട്ടോ. ഞാൻ വളരെ റെയറായിട്ടാണ് ഈ പെർഫ്യൂമൊക്കെ അടിക്കുന്നത്. രാക്കെ 3 എണ്ണമൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അങ്കു എഴുന്നേറ്റ് ഇറങ്ങി നടപ്പുണ്ട്. ഇവിടെയൊക്കെ 8:45 ആവാൻ പോകുന്നു. 8:44. എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ലീവാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. പ്രിപ്പറേഷൻ ഒന്നും അവനില്ല, ഇങ്ങനെ കറങ്ങി നടപ്പും അവൻ്റെതായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കന്നഡ രാക്കിക്ക് 4 ടൈപ്പിൽ യൂണിഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഈ യൂണിഫോം ഇടേണ്ട കേട്ടോ, വൈറ്റ്. നോർമലി ആ ബ്ലൂ ആണ് അവരുടെ മെയിൻ യൂണിഫോം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ യൂണിഫോം ഇടേണ്ട ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ യൂണിഫോം ഇടേണ്ട ദിവസമാണ്. അങ്ങനെ രാക്കെ ഇറങ്ങിയിട്ടുണ്ടേ. ഇന്ന് കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ പുറത്ത്. ഞാൻ കുറച്ച് വെർമസലി ഉപ്മാവ് എടുത്ത് കഴിക്കാൻ പോവാ. അങ്കൂന് ഓൾറെഡി കൊടുത്തു കേട്ടോ. ഹർഷയ്ക്കുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ TV ഒക്കെ കണ്ടിരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ചിപ്സും കൂടെ കഴിക്കണമെന്ന് തോന്നി. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇനി. ഇത് ഞാൻ ഈ വർഷത്തെ തണുപ്പിലേക്ക് വാങ്ങിയ ചെരുപ്പാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ ചുമന്ന ചെരുപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തേക്ക് ഇതാ ഞാൻ വാങ്ങിച്ചത്. ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സോക്സും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് കയറ്റിയിടാം. ഇപ്പം ഞാൻ എൻ്റെ കാലിൽ കിടക്കുന്ന ഫുള്ള് കവേർഡ് ആയിട്ടുള്ള. ഇതാകുമ്പം കുറച്ച് വായുസഞ്ചാരമൊക്കെ ഉണ്ട്. കട്ടിയുള്ള സോക്സ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് തണുപ്പത്ത് ചെരുപ്പില്ലാതെ പറ്റത്തില്ല. അത് മാത്രമല്ല, എനിക്കിപ്പം ചെരുപ്പിടാതെ വീട്ടിനകത്ത് നിൽക്കാൻ വല്ലാണ്ടെയാണ്. പിന്നെ പണിക്കാരിക്ക് ഞാൻ ഒരു ചെരുപ്പ് ഇവിടെ എപ്പോഴും ഇട്ടിട്ടുണ്ട്. അത് അവൾ സ്ഥിരം യൂസ് ചെയ്ത്. അവർ ഇവിടെ അങ്ങനെയാണ്. നമ്മളൊരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകാൻ നേരം കഴുകി അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് പോകും. തിരിച്ച് വരുമ്പോൾ അത് ഉണങ്ങിയിട്ട് വീണ്ടും ഡെയിലി അവർക്ക് യൂസ് ചെയ്യാമല്ലോ. ഇത് വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണിമാങ്ങ അച്ചാറാണ്. പൊട്ടിച്ചില്ല, എന്തായാലും പൊട്ടിച്ച് കഴിക്കണം. അങ്ങനെ നമ്മുടെ ഗ്യാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. പുതിയ സിലിണ്ടർ നമ്മൾ മാറ്റി വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. സ്മെല്ലൊക്കെ വരുമ്പോൾ പുതിയതിൻ്റെ ആണെന്ന് പറഞ്ഞിരിക്കരുത്. നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ തലേദിവസം രാജ്മ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി
നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ തന്നെയല്ലേ വെക്കാൻ പറ്റൂ വേകാൻ. അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. രാജ്മ നന്നായിട്ട് കുതിരയും വേണം, നന്നായിട്ട് വേഗം വേണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് പ്രഷർ കുക്ക് എന്നൊരു ഓപ്ഷനിൽ ഞാൻ ഇട്ട് കൊടുക്കുക. ഓരോന്നിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ, നമ്മുടെ മൈക്രോവേവിനെയൊക്കെ പോലെ. അങ്ങനെ ഒരു 4-5 വിസിൽ കൊടുത്തിട്ട് ആവിയക്കന്മാരി തുറന്നിട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ബെഡി ഇലാച്ചി എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ അതിന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു ഫ്ലേവറാണ് രാജ്മയ്ക്ക് ഇത്. പിന്നെ ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി. ഇതൊക്കെ ഇതിന് ഈ രാജ്മയ്ക്ക് ഒരു ടേസ്റ്റ് ആട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സവാള കുരുകുരാന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ടു. പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ അരിഞ്ഞൊന്ന് വഴറ്റിയിട്ട് ബേസിക് മസാലാസായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കസൂരി മെത്തി, ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കുറുക്കിയിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന രാജ്മ ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിലും കൂടെ കൊടുക്കാം. എന്നിട്ട് ആവിയൊക്കെ മാറി തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഇതേ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെയിൻലി ഹർഷയ്ക്ക് വേണ്ടിയ പുള്ളിക്കാർക്ക് ഇഷ്ടമായത്, അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. കുക്കറിൽ തന്നെ അതിനകത്ത് വെച്ച് സ്റ്റീല് നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഫ്രണ്ട്ലി ആണല്ലോ. പിന്നെ ഞാൻ നമ്മുടെ റയാൻകുട്ടന് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി. ആദ്യം വന്നിടന്ന് കേക്ക് എന്നാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാ. ഇതാ എൻ്റെ കേക്കിൻ്റെ അളവ് പാത്രമായിട്ട് എടുത്തത്. അതിലേക്ക് 2 കട്ടോരിയിൽ മൈദയും 1 കട്ടോരി ചോക്ലേറ്റ് പൗഡറും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ നമ്മുടെ അരിപ്പയിലോട്ടിട്ട് നന്നായിട്ട് ഇടഞ്ഞെടുത്തു. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് ഇടഞ്ഞെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന് ചേർക്കാമല്ലോ, ഇടയ്ക്കൊന്ന് ലൂസാക്കാം. പിന്നെ ആ സെയിം കട്ടോരിയിൽ തന്നെ നമ്മുടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 കട്ടോരിയാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയെ ചേർക്കുന്നുള്ളൂ. ഞാൻ പഴവും ചേർക്കുന്നുണ്ട്, അപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം മുട്ടയൊന്ന് മിക്സിയിൽ തന്നെ ഒന്ന് കറക്കി എടുത്തിട്ട് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഐസ്ക്രീം എസെൻസ് എനിക്ക് കിട്ടിയിട്ടോ. ഇത് വാനില ഫ്ലേവറിനെക്കാട്ടി നല്ലതായി ഐസ്ക്രീം എസെൻസിൻ്റെ ഈ ഒരു ഫ്ലേവർ. അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തു. ഇനി അതും കൂടെ ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ നെയ്യ് ഉരുക്കിയത് റൂം ടെമ്പറേച്ചറിലാണ്, അതൊരു കട്ടോരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ആ മിക്സിയിൽ തന്നെ 2 പഴം, നല്ല പഴുത്ത പഴം കേട്ടോ. നമ്മളെപ്പോഴും കേക്കിന് ചേർക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ ചേർക്കണം, എന്നാലേ ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അതും കൂടെ ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ അതിനകത്ത് മിക്സ് ചെയ്ത പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മുടെ മുട്ടക്കൂട്ടൊക്കെ ഉണ്ടല്ലോ പഞ്ചസാരയുടെ ഒക്കെ, അതിലേക്ക് വീണ്ടും അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് പതിയെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും പതിയെ ഫോൾഡ് ചെയ്യണം. ഒരുപാട് ഫാസ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ചിലപ്പോൾ കട്ട കിട്ടും, പിന്നെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്തത് ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ അവനിൽ കൺവെക്ഷൻ മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഗ്യാസിൽ ചെയ്യുന്ന രീതിയൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ആ രീതിയിലും ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്നും കൂടെ ടാപ്പ് ചെയ്യണം കേട്ടോ, കാരണം അല്ലെങ്കിൽ എയർ ബബിൾസ് ഇരുന്ന് കഴിഞ്ഞാൽ ഈവൻ ആയിട്ട് വരത്തില്ല കേക്ക്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു 35 മിനിറ്റ്സ് 150 ഡിഗ്രിയിൽ, അതാണ് എൻ്റെ അവൻ്റെ ടെമ്പറേച്ചർ, കൺവെക്ഷൻ മോഡിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സൈറനൊക്കെ അടിച്ചപ്പോൾ തുറന്നു നോക്കി നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നോക്കി നല്ലതായിട്ട് വിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി, അവൻ വന്നതിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. അപ്പോൾ അങ്കൂനത് കട്ട് ചെയ്യാതെ ശരിയാവത്തില്ല. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം, പിന്നെ അവൻ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വെച്ചത് അവൻ തന്നെ കട്ട് ചെയ്യുക. സോഫ്റ്റ് അല്ലേ? So soft, the microphone is just melting. അപ്പോൾ രാക്കി നിൽക്കുന്ന ദിവസമാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ ഓരോ പീസ് കഴിച്ചിട്ട് ബാക്കി അവർക്ക് വെച്ചേക്കും. ഞങ്ങൾക്ക് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞിലേ കട്ട് ചെയ്ത് സൂപ്പറായിട്ട്, എന്നെക്കാട്ടി സൂപ്പറായിട്ട് അവൻ കട്ട് ചെയ്തേ. ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്ത പീസ്. സ്പഞ്ച് തന്നെ സൂപ്പർ. കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട്? ആദ്യം സോഫ്റ്റാന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പുച്ഛിച്ചെങ്കിലും കഴിച്ചു നോക്കിയിട്ട് രാക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാക്കയെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ വലിയ പാടാ.
ഈവനിങ് വാക്കിനായിട്ട് അപ്പോൾ ഞാൻ ഹർഷയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹർഷയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നൊരു ഹോബിയുണ്ട്. ഡബ് സ്മാഷും ഡാൻസും ഒക്കെ ചെയ്തിടും. അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ അങ്ങനെ ഡാൻസൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തു. പിന്നെ അതേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്കിൽ മുറ്റത്ത് നിൽക്കുന്ന ആ പൂവെന്ന് പറയാം. നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മുല്ലപ്പൂ പോലെ ഇരിക്കും. പണ്ടത്തെ നസീറിൻ്റെ ഒക്കെ സിനിമകളിൽ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ കുലുക്കി ഇടുന്ന ഒരു മരം പോലെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുമെങ്കിലും അതുപോലത്തെ ഒരു മരമാണ്. അതിൻ്റെ തണ്ട് ഓറഞ്ച് കളറാണ്. നമ്മുടെ കുരുക്കുത്തി മുല്ലെന്ന് പറഞ്ഞ പൂവില്ലേ, അതുപോലെ ഇരിക്കുക. സംഭവം പൊളിയാ. താഴേക്ക് ഒരുപാട് വീണ് കിടപ്പുണ്ട്. ഒരു പ്രത്യേക മണം അതിന് കേട്ടോ. അത് സന്ധ്യയ്ക്ക് നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്നാൽ കിട്ടുകയും ചെയ്യേ. നസീറിൻ്റെ സിനിമയിലേ പണ്ടത്തെ പഴയ സിനിമകളിലും പാട്ടിലും ഒക്കെ ഉള്ള ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓറഞ്ച് തണ്ടുള്ള പൂ. ഇതിന് പേരെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഡിന്നറിന് ഞങ്ങളൊന്ന് നടന്ന് വന്നിട്ട് ഇഡലിക്ക് കോരി ഒഴിക്കുക. കാരണം നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലെല്ലാം ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇഡലിയും പൊടിയുമാണ്. അപ്പോൾ അങ്കുവും നമ്മുടെ റയാൻകുട്ടനും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവരെ പരസ്പരം കളിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർ കുഴപ്പമില്ലാതെ അങ്ങ് നിന്ന് കളിച്ചോളും. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് കുറച്ച് ഇഡലി ഒന്ന് കോരി ഒഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ വേണ്ടല്ലോ. ഇണ്ടു ഒന്നും കൂടെ ഒന്ന് ഇറങ്ങണം. അപ്പം ഞങ്ങൾ ഇവരെ ഒന്ന് നോക്കാൻ വന്നതാണ്. അപ്പം രാഖി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇഡലിക്ക് കോരി ഒഴിച്ചു. അപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ ഇഡ്ഡലിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതങ്ങ് പ്രസ് ചെയ്താൽ അതങ്ങ് ആയിക്കോളും ആ ഒരു ടൈം കൊണ്ട്. എനിക്ക് ഗ്യാസാണ് സത്യം പറഞ്ഞാൽ എളുപ്പം. ഇത് എനിക്ക് കുക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് വന്ന് കോരി ഒഴിച്ചിട്ട് പോകുന്നത് കേട്ടോ. എനിക്കും അങ്കൂനും പൊടി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. രാഖിക്ക് പൊടി നെഞ്ചരിയെന്ന് പറയുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. തേങ്ങയിൽ വെളുത്തുള്ളിയും നമ്മുടെ ചുമന്ന മുളകും കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതേ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. രാഖി ഡയറ്റ് ആയതുകൊണ്ടേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ വീട്ടിലുള്ള. അതാ പിന്നെ ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ജ്യൂസ് അടിച്ച് അതും കൂടെ ഡിന്നറിന് സെറ്റാക്കി. നമ്മുടെ ഡിന്നർ അപ്പോൾ ഇഡ്ഡലിയും വെളുത്തുള്ളി ചമ്മന്തിയും പൊടിയും ഉണക്കമുന്തിരിങ്ങ ജ്യൂസും ഒക്കെ കൂടെ കേട്ടോ. അങ്കും റയാനും അവർ തോക്കെടുത്തും നമ്മുടെ ബാറ്റും ബോളും ഒക്കെ വെച്ചും പിന്നെ ഉപദ്രവവും കാര്യങ്ങളും ഒന്നുമില്ല. ആ രീതിയിൽ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവനിങ്ങനെ ബാക്കിൽ ഓടുന്നതുകൊണ്ട് അവർ ചെറുതായിട്ട് പേടി വരും. അപ്പോൾ ആ ഒരു ഇഷ്യേ ഉള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് രാക്കേ വന്ന് പിള്ളേരിൽ നിന്ന് മാറിയിരിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുക. കുറേ വേഫേഴ്സും അതും ഇതും. പിള്ളേർക്ക് അത് മതിയില്ല. റയാൻ അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ, ഈ ചോക്കോസും വേഫേഴ്സും മെയിൻ ഫുഡിനെ കാട്ടി. അപ്പം നമ്മുടെ ഇഡലി വെച്ചത് സെറ്റായി വന്നിട്ടുണ്ടേ. ഇഡലിയുടെ മാവൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുക്കാം. ദോശ ഇടാൻ വലിയ പാടല്ലേ ഇതിനകത്ത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഹർഷയ്ക്ക് ഒന്നും കൂടെ ഒന്ന് റീൽസ് എടുക്കണം. അതിന് ഞങ്ങൾ ഗ്രൗണ്ടിൽ കയറി ലൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ നോക്കുക. ഹർഷയുടെ ഡാൻസാണ്. പിന്നെ ഡബ് സ്മാഷും ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിലെ വേറെ പുള്ളിക്കാരുടെ ഫ്രണ്ട്സായ ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട് പുള്ളിക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോടും ചേച്ചിയും പറ എന്നൊക്കെ പറയും. പക്ഷെ എനിക്കിതങ്ങോട്ട് അത്ര വശമില്ലേ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ നമ്മുടെ പിട്ടൂണിയ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോഴല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനതാ ഇപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന കേട്ടോ ഈ നമ്മുടെ പിട്ടൂണിയനെ. കാരണം കുറച്ച് കഴിയുമ്പം ഇതങ്ങ് മാറും. ഇത് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വേറെ പൂക്കളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുള്ള സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യാം. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പൂക്ക്. എന്ത് ഭംഗിയാണെന്നറിയാം. എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഭംഗി. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.